നമ്മൾ വാഷ്റൂം ഒക്കെ താത്തി വാർക്കേണ്ടതുണ്ടോ? ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 8-10 ഇഞ്ച് കാല് മുകളിലോട്ട് വെച്ച് കയറേണ്ടി വരും. ചില വീട്ടിലോട്ടോ താത്തി കയറാം. എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഉള്ളിലൂടെ പൈപ്പ് പോകുന്നതാണ്. 4 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലോട്ടർ അപ്പ് വെക്കുമ്പോൾ ഒരു 4-5 ഇഞ്ച് കനം അതിന് വേണ്ടി വരും. ഇതാണ് കാരണം അല്ലേ? ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് സെൻറ്ററിങ്ങിന്റെ സമയത്ത് അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞമാർക്ക് ഷട്ടറൊക്കെ അടിച്ച് അതിലോട്ട് താത്തിയൊക്കെ വാർക്കേണ്ടി വരും. ഒരു കാരണം അതാണ്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തായിരിക്കും ലീക്ക്. ഇപ്പോൾ വാട്ടർ പ്രൂഫ് ഒക്കെ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ വാട്ടർ പ്രൂഫ് എവിടെ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഈ പറഞ്ഞമാർക്ക് ആദ്യം വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പൈപ്പ് ഇടും. എന്നിട്ട് പൈപ്പ് ഇട്ടതിന് ശേഷം അതിന്റെ ഹോളുകളൊക്കെ വാട്ടർ പ്രൂഫ് വെച്ച് അടക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞമാർക്ക് പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചാൽ അതിന്റെ മുകളിൽ വാട്ടർ പ്രൂഫ്. ഈ രണ്ട് രീതിയിലാണെങ്കിലും വെള്ളം ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കെടുക്കണ്ടേ? അപ്പോൾ എന്താണ് ഈ വാട്ടർ പ്രൂഫിന്റെ അർത്ഥമാക്കുന്നത്? പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ സംഭരിച്ച് വെക്കുക എന്നുള്ളതാണോ വാട്ടർ പ്രൂഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്ലെയിൻ ആയിട്ട് വാർത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞമാർക്ക് ഉയരത്തിലോട്ട് വരില്ലേ എന്നുള്ളത്, ഒരു 8-10 ഇഞ്ചൊക്കെ പൊന്തി വരില്ല എന്നുള്ളത്. അതിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? നമുക്ക് അത് ആദ്യം തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്താലോ? അതായത് WC വരുന്ന ഭാഗത്ത് ആ 4 ഇഞ്ച് പോകുന്ന ഭാഗത്ത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലോട്ടർ അപ്പ് വരുന്ന ഭാഗത്തും പൈപ്പ് വെക്കാം. ആദ്യം തന്നെ ഡിസൈൻ ചെയ്യണം എന്നുള്ളൂ. എന്നിട്ട് അടിയിലൂടെ ഹാങ് ചെയ്ത് കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? അപ്പോൾ നമുക്ക് ഒറ്റ സ്ലാബിൽ ഇത് വാർക്കാൻ പറ്റും. ഇത്രയും കോംപ്ലിക്കേഷനും ഇത്ര കോൺക്രീറ്റ് ഒക്കെ ഇതിന് ചിലവാക്കുന്നത്. അതായത് ആദ്യം നമ്മൾ താത്തി വാർക്കുമ്പോൾ ഉള്ളൊരു ഭാഗമുണ്ട്, അതിലൂടെ പൈപ്പ് ഇട്ടിട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്യാണ്. അപ്പോൾ 2 വട്ടം നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. എക്സ്ട്രാ എക്സ്പെൻസ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൂടെ ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകും. ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്ലാമ്പ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റതിൽ സ്ലാബ് വാർക്കാം. അതുപോലെ തന്നെ ക്ലീൻ ഔട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇതിലൊക്കെ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലോസറ്റ് ഒന്നായിട്ട് പുറത്തെടുത്ത് വേണ്ടത് റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു എന്താ പറയുക ടീയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വർക്ക് എടുക്കുന്നവർക്ക് അറിയാം. അപ്പം ഇതിന് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് അടിയിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനോ അത് പുറത്തോട്ട് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് പുറത്ത് കാണില്ല എന്ന്. ഒരു ബുദ്ധിമുട്ടില്ല, ബ്ലാക്ക് പെയിന്റ് അടിക്കാം അല്ലെങ്കിൽ സീലിംഗ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും ആ കോസ്റ്റിൻ്റെ അത്ര വരില്ല. 2 വട്ടം കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന കോസ്റ്റ് ഒന്നും വരില്ല. മറ്റേ മുകളിൽ ഇത് മാത്രം ഒരു ഇത് ചെയ്തിട്ട് ഒറ്റ ലെവലിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഒറ്റ സ്ലാബിലായിരിക്കും, ഒരു ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ ഈ രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സന്ദർശിക്കുമല്ലോ. താങ്ക് യു.